ഗായ്സ്, നമ്മളുടെ മിസോറാം യാത്രയിലാണ്. ഇന്ന് രാവിലെ ആസാമിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ബദർപൂർ എന്നുള്ള സ്റ്റേഷനിലാണ്. സൈറാങ് എന്ന സ്റ്റേഷനിലേക്കാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. സൈറാങ് എന്ന സ്റ്റേഷനിൽ നിന്നാണ് നമ്മളുടെ മിസോറാം യാത്ര യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബദർപൂരിൽ നിന്നും വെറും ലോക്കൽ ടിക്കറ്റ് 35 രൂപ മാത്രമാണ് സൈറാങ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പം സൈറാങ്ങിലേക്ക് പോവാം. ഞാനപ്പം സൈറാങ്ങിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂ ഓഫ് ടെമ്പററി ഇന്നർ ലൈൻ പാസ്. ഈ പാസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എക്സിറ്റ് ആയിട്ട് വരുന്ന ഏരിയ തന്നെ കാണാം ഒരു ഇന്നർ പാസ് എടുക്കുന്ന പോലീസ് സ്റ്റേഷൻ കൗണ്ടർ. അവിടെ നിന്നാണ് നമ്മൾ ഈ പാസ് എടുക്കുന്നത്. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. 350 റുപ്പീസാണ് ഇതിന് ചാർജായിട്ട് വേണ്ടത്. എത്ര ദിവസത്തേക്കാണ് നമ്മളിവിടെ കറങ്ങുന്നത്, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഫോമിൻ്റെ അകത്ത് നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൈറാങ്ങിൽ നിന്നുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇന്നലെ ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സൈറാങ്ങിൽ നിന്നും ഐസോളിലേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന സൈറാങ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഐസോളിലേക്ക് ബസ് കയറിയിരിക്കുകയാണ്. എൻ്റെ സീറ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഡ്രൈവറുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. ബസ് ഫുൾ ആളുകളാണ്. പക്ഷേ അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഗായ്സ്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാഴ്ച വേറെ ലെവലാണ് ഗായ്സ്. ഞെട്ടിച്ചു. ഗായ്സ്, ഞാൻ ഐസോൾ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു നീണ്ട യാത്രയായിരുന്നു, 2 ദിവസത്തെ. ഇനി ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബൈക്ക് ടാക്സി ഒക്കെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബൈക്ക് ടാക്സിയിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്കുള്ള യാത്രയിലാണ്. എനിക്കൊരു ബൈക്ക് ടാക്സി കിട്ടിയിരിക്കുകയാണ്. ടാക്സി ഡ്രൈവർ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബസ് ഇറങ്ങിയ സ്റ്റാൻഡിൽ നിന്നും 2.5 കിലോമീറ്ററാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിലേക്കുള്ളത്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഏരിയ. ആക്ച്വലി മിസോറാമിൽ വന്ന സമയത്ത് മറ്റേതോ ഒരു രാജ്യത്ത് വന്നിട്ടുള്ള ഒരു ഫീലാണ് ഉള്ളത്. ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷാണ്. വളരെ കുറച്ച് ആളുകൾക്ക് ഹിന്ദി അറിയുള്ളൂ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. ഇവിടെയാണ് നമ്മൾ താമസം. നമ്മളപ്പം നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ്. വേറെ ലെവൽ അടിപൊളി റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ.